ചാണക്യനീതി പ്രകാരം പണം ഒഴുക്കോടെ നിലനിർത്താനും വർദ്ധിപ്പിക്കാനുമുള്ള ചില പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പണത്തെക്കുറിച്ചുള്ള ചാണക്യ തത്വങ്ങൾ. പണം അത്യാവശ്യമാണെങ്കിലും അത് അന്തസ്സിനും ധാർമ്മികതയ്ക്കും നിരക്കുന്ന രീതിയിൽ മാത്രമേ ഉപയോഗിക്കാവൂ. വിവേകത്തോടെ ചിലവഴിക്കണം. അല്ലാത്ത പക്ഷം അത് പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കും. ചിലവിലും ലാഭം നോക്കുക. പണം ചിലവഴിക്കുമ്പോൾ എപ്പോഴും ലാഭത്തെക്കുറിച്ചും ശ്രദ്ധിക്കണം. അനാവശ്യമായ ആഡംബരങ്ങൾ ഒഴിവാക്കുകയും ഭാവിയിൽ തിരിച്ചു കിട്ടാത്ത രീതിയിലുള്ള ചിലവുകൾ നിയന്ത്രിക്കുകയും വേണം. സമ്പാദ്യത്തിൻ്റെ പ്രാധാന്യം. ലഭിക്കുന്ന വരുമാനത്തിൻ്റെ ഒരു ഭാഗം നിർബന്ധമായും നീക്കിവെക്കണമെന്ന് ചാണക്യൻ. ഇത് അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗപ്രദമാവുകയും ഭാവി നിക്ഷേപത്തിലേക്കുള്ള അവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും. അറിവിനനുസരിച്ചുള്ള നിക്ഷേപം. നിങ്ങളുടെ അറിവിനനുസരിച്ച് പണം നിക്ഷേപിക്കുക. സമ്പത്തിൻ്റെ ഏറ്റവും നല്ല രൂപം അറിവാണ്. വരുമാനം വർദ്ധിപ്പിക്കുന്ന തരത്തിൽ അറിവിനെ ഉപയോഗപ്പെടുത്തണം. എല്ലാ പണവും ഒരേ മേഖലയിൽ നിക്ഷേപിക്കാതെ വ്യത്യസ്ത മേഖലകളിൽ നിക്ഷേപിക്കുന്നത് അപകട സാധ്യത കുറയ്ക്കുകയും വിജയ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. ചാണക്യൻ കടം വാങ്ങുന്നതിനെ എതിർക്കുന്നു. കാരണം ഇത് ദാരിദ്ര്യത്തിലേക്കും സാമ്പത്തിക ഞെരുക്കത്തിലേക്കും നയിച്ചേക്കാം. കടം എടുക്കുന്നെങ്കിൽ അതിൻ്റെ തിരിച്ചടവിനുള്ള വഴി കണ്ടതിന് ശേഷം മാത്രം വാങ്ങുക. അർഹതയുള്ളവർക്ക് മാത്രം നൽകുക. സമ്പത്ത് നൽകുന്നത് യോഗ്യതയുള്ളവർക്ക് മാത്രമായിരിക്കണം. ധാർമ്മികമായി പണമുണ്ടാക്കുക. വഞ്ചനയിലൂടെയോ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചോ മോഷ്ടിച്ചോ സമ്പാദിക്കുന്ന പണം ഒരിക്കലും നിലനിൽക്കുകയില്ലെന്നും അത് മാനസിക വേദനയ്ക്കും ബഹുമാനം നഷ്ടപ്പെടുന്നതിനും കാരണമാകുമെന്നും ചാണക്യൻ പറയുന്നു.